ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഓരോരുത്തരും ആർസണൽ ഓരോ മത്സരം തോക്കുമ്പം അവരുടെ ബോറിംഗ് ഫുട്ബോൾ, അവർ ബോട്ട്ലേഴ്സ് ആണ്, അങ്ങനെ 100 കൂട്ടം കാരണങ്ങൾ കണ്ടെത്തി അവരെ ട്രോള് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് കളിച്ച ഫുട്ബോൾ എന്തുവാണ്? ഹൈലി എൻ്റർടൈനിങ് ആണ്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു 3-4 മത്സരങ്ങൾ എടുത്ത് നോക്കൂ, എന്ത് ഫുട്ബോളാണ് നമ്മൾ കളിക്കുന്നത്. ഇത്തരം ഫുട്ബോള് കളിക്കുന്ന നമ്മൾ, നമ്മുടെ ടീമിനെ കോച്ച് ചെയ്യുന്ന ക്യാരിക്കിന് പെർമനൻ്റ് ജോബ് കിട്ടണം. എന്തുകൊണ്ട് കിട്ടണം? എനിക്കിത് അത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാൻസിനേക്കാളും കൂടുതൽ ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തിയാഗോ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ മനുഷ്യന് 5 ചാൻസിനടുത്തെങ്കിലും മിനിമം ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ 2 ഫുൾ ബാക്ക് മിസ് ചെയ്ത ചാൻസുകൾ. നമ്മൾ ആദ്യത്തെ ഗോൾ അടിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്താ കാണിച്ചത്? സെക്കൻഡ് ഹാഫിൽ നമ്മൾ നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയർ അമാദിനെ മാറ്റിയിട്ട് ഒരു എക്സ്ട്രാ ഡിഫൻഡറിനെ കൊണ്ടുവന്നു, മസ്രാവിയെ കൊണ്ടുവന്നു, 4-4-2 കളിപ്പിക്കുന്നു. ആ സമയത്തും എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഡലോ എന്ന് പറയുന്ന ആ മനുഷ്യനെ പിച്ചിലിറക്കാതെ അവന് പകരം അമാദിനെ അവിടെ ഇടാമായിരുന്നു. അറ്റാക്കിൽ ശരിയാണ്, അമാദ് ചാൻസ് മിസ് ചെയ്യുന്നുണ്ട്, പഴയ ഷാർപ്നെസ്സും കാര്യങ്ങളും അമാദിനില്ല, ഇതെല്ലാം ഉണ്ട്. ഡലോ എന്താ ചെയ്യുന്നത്? ഡലോയെ അറ്റാക്കിൽ കൊള്ളാവോ? അതില്ല. ഡിഫൻസിൽ കൊള്ളാവോ? അതുമില്ല. അമാദ് അറ്റാക്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും, ഡിഫൻസിൽ എന്താണേലും ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യാൻ ട്രാക്ക് ബാക്ക് ഒക്കെ ചെയ്യും. എന്തുകൊണ്ടും അങ്ങനത്തെ ഒരു എനിക്കറിയത്തില്ല ഡലോയ്ക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്രിഫറൻസ് കിട്ടുന്നു എന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ആണ് ഡലോ. ഈ ഡലോ ബ്രെൻഫോർഡിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്രെൻഫോർഡിൻ്റെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ആയിരിക്കുമോ? ഞാൻ പലപ്പോഴും മിസ് ചെയ്ത ഒരു പൊസിഷനാണ് റൈറ്റ് ബാക്ക്. നമ്മൾ അടുത്ത സീസണിൽ അഡ്രസ്സ് ചെയ്യേണ്ട പൊസിഷനാണ് ഈ റൈറ്റ് ബാക്ക്. ഡലോയെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഡലോ എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓൺ ദ ബോൾ, ഓഫ് ദ ബോൾ രണ്ടിലും മോശം. ബാക്കപ്പ് എന്ന് പറയുന്ന മസ്രാവി എന്ന് പറയുന്ന മനുഷ്യൻ ശരിക്കും ഒരു ബാക്ക് 3-ൽ റൈറ്റ് സൈഡഡ് സെൻറ്റർ ബാക്ക്, അല്ലെങ്കിൽ ഈവൻ ബാക്ക് 4-ലാണെങ്കിലും ഒരു റൈറ്റ് സൈഡഡ് സെൻറ്റർ ബാക്ക് ആയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡീപ്പറായിട്ട് അറ്റാക്കിൽ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് മസ്രാവി ഓക്കെയാണ്. ഒരു സ്ക്വാഡ് പ്ലെയർ എന്നുള്ള രീതിയിൽ മസ്രാവിയെ നമുക്ക് ആ രീതിയിൽ യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ക്ലിയർ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇന്നതാണ് അവൻ്റെ ക്വാളിറ്റി എന്ന് നമുക്കറിയാം. പക്ഷേ ഡലോയുടെ ക്വാളിറ്റി എന്താണ് ആർക്കും അറിയത്തില്ല. അതൊരു നിഗൂഢമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ബാക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ അടുത്ത സീസണിൽ അഡ്രസ്സ് ചെയ്തേ പറ്റത്തുള്ളൂ. ഗ്യാരി നെവിലാണേലും മഗ്വയർ ആണേലും ഇവരൊക്കെ ക്യാരിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാരിക്കിൻ്റെ ഈ ഒരു ഡിഫെൻസീവ് അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഉള്ള ടീമിനെ എന്തുകൊണ്ട് ഇങ്ങനെ ഡിഫെൻസീവ്ലി ഇങ്ങനെ ഒളിച്ചൊളിച്ച് ഓൾഡ് ട്രാഫോർഡിൽ കളിക്കേണ്ട ഒരു ഗതികേട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം ഫുട്ബോള് എത്ര നാൾ സസ്റ്റെയിൻ ചെയ്ത് റിസൾട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ക്യാരിക്കിന് പറ്റും? ഇതൊരിക്കലും ഒരു സസ്റ്റൈനബിൾ ഫുട്ബോൾ അല്ല, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല. ശരിയാണ്, നമ്മൾ പല മാച്ചുകളിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. ടീമുകൾ സ്ട്രഗിൾ ചെയ്യും മത്സരങ്ങളിൽ. എല്ലാ മത്സരവും ഒരേപോലെ ഡോമിനേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് ക്യാരിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ ആദ്യത്തെ ഒരു 3-4 മത്സരം മര്യാദയ്ക്ക് കളിച്ചു. അത് കഴിഞ്ഞുള്ള മത്സരങ്ങളിലെല്ലാം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു മത്സരം പോലും നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചിട്ടില്ല. അതൊരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. കാര്യങ്ങളും ശരിയായ ഡയറക്ഷനിലല്ല പോകുന്നെന്നുള്ള നല്ല പേടി എനിക്കുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് പലരുടെയും സപ്പോർട്ട്, ഈവൻ ജേമി കാരിഗർ, എനിക്കറിയാം ലിവർപൂൾ ലെജൻഡ് ജേമി കാരിഗർ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൈക്കിൾ ക്യാരിക്കാണ് ദ മാൻ എന്ന് പുള്ളി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൈക്കിൾ ക്യാരിക്കിനെ ഇത്തരം അഭിപ്രായങ്ങളുണ്ടോ? ഈവൻ നമ്മുടെ ക്രൗഡിൻ്റെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഫാൻസിൻ്റെ സൈഡിൽ നിന്നും മൈക്കിൾ ക്യാരിക്കിന് ആ ഒരു സപ്പോർട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ആയിട്ട് മൈക്കിൾ ക്യാരിക്കിനെ നമ്മൾ കോച്ചാക്കി കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഈ മത്സരങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പം ഈ ടീമിനെ വെച്ചുകൊണ്ട് മൈക്കിൾ ക്യാരിക്കിന് ഈ രീതിയിൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ ഈ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ തോറ്റ മത്സരങ്ങൾ, ന്യൂക്കാസിൽ എവിടെ കിടക്കുന്ന ടീമാണ്? 14ാം സ്ഥാനത്ത്. ലീഡ്സ് 15ാം സ്ഥാനത്ത്. സമനില പിടിച്ച വെസ്റ്റ് ഹാം എത്രാം സ്ഥാനത്താണ്? ഓൾമോസ്റ്റ് റെലിഗേഷൻ കണ്ടൻറ്റേഴ്സ് 17 അല്ലെങ്കിൽ 18, ആ ഒരു 16-17 സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് വെസ്റ്റ് ഹാം. ഇതൊക്കെ കണ്ടിട്ട് സസ്റ്റൈനബിൾ ഫുട്ബോളാണ്, കൺവിൻസിങ് ഫുട്ബോളാണെന്ന് വിശ്വസിച്ച് മൈക്കിൾ ക്യാരിക്കിനെ ജോലി ഏൽപ്പിക്കാൻ തയ്യാറായി നിൽക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ഹയറാർക്കിയെ സംബന്ധിച്ച ഈ ഇത്തരം സപ്പോർട്ടുകൾ
ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. അവർക്ക് വലിയ വലിയ പേരുകളുടെ പുറകെ പോകണ്ട. ലൂയിസ് എൻറിക്കയോ അല്ലെങ്കിൽ നഗൽസ്മാൻ്റെ ഒന്നും പുറകെ പോയി അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരണ്ട. ഈസി പരിപാടിയാണ് മൈക്കിൾ ക്യാരിക്കിനെ എടുത്ത് ജോലിക്ക് കയറ്റുക. ഈ മൈക്കിൾ ക്യാരിക്ക് ജോലിക്ക് കയറിയാൽ എനിക്ക് ഉറപ്പാണ്, നമ്മളിപ്പോൾ 1-2 ആഴ്ചയ്ക്ക് ഒക്കെ ഇടയ്ക്കാണ് നമുക്കൊരു മത്സരമുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്ലെയേഴ്സ് ഇഞ്ചുവേർഡ് ആകുന്നു. അതും മത്സരത്തിൻ്റെ ഇടയ്ക്കല്ല, ട്രെയിനിങ്ങിൽ ഇഞ്ചുവേർഡ് ആകുന്ന പ്രശ്നങ്ങൾ വരുന്നു. അപ്പം നമ്മൾ അടുത്ത സീസണിൽ ഇത്രയും മത്സരങ്ങൾ കളിക്കുമ്പോൾ നമ്മുടെ ടീമിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? അപ്പോൾ ആ സമയത്ത് നമ്മൾ തോൽവികൾ ഏറ്റുവാങ്ങുമ്പം ക്രമേണ എനിക്കറിയാം ഈ രീതിയിലുള്ള പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ആകാതെ മൈക്കിൾ ക്യാരിക്കിനെ ഒരു സീസണിൻ്റെ പകുതിയാകുമ്പോൾ നിങ്ങൾ നോക്കിയോ സാക്ക് ചെയ്യും. അതിൽ ഭേദം കുറേയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത് കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ ഒരു 3-4 മത്സരം അല്ലെങ്കിൽ 4-5 മത്സരത്തിൽ എനിക്ക് തോന്നിയത് കുറച്ച് മത്സരങ്ങൾ നമ്മൾ കൺവിൻസിങ് ആയിട്ട് ജയിച്ചു. അത് കഴിഞ്ഞ് ചെറിയൊരു സ്ട്രഗിളിങ് പീരീഡാണ്. ഇത് ചെറിയ സ്ട്രഗിളിങ് പീരീഡ് അല്ല, അത് കഴിഞ്ഞ് വന്ന എല്ലാ മത്സരത്തിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയി അടുത്ത സീസണിൽ അല്ലെങ്കിൽ ലോങ് ടേം നമ്മൾക്ക് ഇവിടെ മൈക്കിൾ ക്യാരിക്കിനെ വെച്ചുകൊണ്ടിരുന്ന് നമുക്ക് ഇവിടെ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരിയാണ്. നമ്മൾ മൈക്കിൾ ക്യാരിക്കിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 13 മത്സരം 9 ജയം, 2 തോൽവി, 2 സമനില. ഇതാണ് പുള്ളിയുടെ സ്റ്റാറ്റ്സും റെക്കോർഡ്സൊക്കെ. റെക്കോർഡ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, ഇത് നല്ല റിസൾട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിയോ? ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് അടുത്ത സീസണിൽ ഇതൊരു ലോങ് ടേം സക്സസ് ആയി മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വലിയ പാടാ. ഇത്തരം കൺഫ്യൂഷനുകളുടെ ഇടയിലും ഇന്നത്തെ മത്സരം നമുക്ക് കുറച്ച് ചിരിക്കാനുള്ള മൊമെൻ്റ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കുറച്ച് മൊമെൻറ്റ്സ് തന്നിട്ടുണ്ട്. കസമീറോടെ ഗോള്, അതുപോലെ തന്നെ സെസ്കോയുടെ ഗോള്, ബ്രൂണോയുടെ 19ാമത്തെ അസിസ്റ്റ്. ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മത്സരം കഴിഞ്ഞ് പോകുമ്പോഴത്തേനും കസമീറോ കരഞ്ഞോണ്ടാണ് ആ ഒരു പിച്ച് വിട്ടു പോകുന്നത്. അത് കാണുമ്പോൾ ശരിയാണ്, എനിക്കറിയാം ക്രൗഡിലുള്ള പലരും ഇമോഷണൽ ആകുന്നുണ്ട്. കണ്ടുകൊണ്ടിരുന്ന ഓരോ യുണൈറ്റഡ് ഫാൻസും ഇമോഷണൽ ആകും എന്ന് എനിക്കറിയാം. കാരണം ഇന്നത്തെ മത്സരത്തിലാണെങ്കിലും കസമീറോയ്ക്ക് ആ ഒരു ഗോൾ സ്കോർ, നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോഴത്തേനും പല മത്സരങ്ങളിലും കസമീറോ ആണ് വന്ന് ഗോൾ സ്കോർ ചെയ്യുന്നത്. ആ ഒരു സെറ്റ് പീസിൽ പുള്ളി എന്താണേലും ഗ്യാരണ്ടീഡ് പോലാണ് ഗോള്. അപ്പോൾ ഈ സീസണിൽ 9 ഗോൾ പുള്ളി സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ മത്സരത്തിലെ സ്റ്റാറ്റ്സ് നോക്കിയാൽ തന്നെ ഇന്നത്തെ മത്സരത്തിൽ 11 ടാക്കിൾസ് അറ്റംപ്റ്റഡ്, 16 ഡ്യൂവൽസ് വണ്ണ്, അതേപോലെ തന്നെ 9 ക്ലിയറൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 20 സീസണുകളിൽ ഇത്തരം ഡിഫെൻസീവ് റെക്കോർഡ് ഒരു മനുഷ്യനും ഇല്ല. ഒരു പ്ലെയറിന് പോലും ഒരു സിംഗിൾ മാച്ചിൽ ഇത്തരം ഡിഫെൻസീവ് റെക്കോർഡ് കഴിഞ്ഞ 20 സീസണുകളായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യൻ പോകുമ്പം എന്താണെങ്കിലും യുണൈറ്റഡിനെ സംബന്ധിച്ച് അടുത്ത സീസണിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമോഷണലി ആണെങ്കിലും ശരിയാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു നഷ്ടത്തിനെ കുറിച്ച് ഓർക്കുമ്പം തന്നെ ഭയങ്കര സങ്കടമാണ്. പുള്ളിയുടെ ലീഡർഷിപ്പ്, പുള്ളിയുടെ ഡിഫെൻസീവ് ക്വാളിറ്റി. പക്ഷേ ഈ ഒരു മനുഷ്യൻ അടുത്ത സീസണിലും കൂടെ നിൽക്കണം എന്ന് പലരും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കസമീറോയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നല്ല സമയത്ത് നല്ല രീതിയിൽ ആൾക്കാരുടെ ആ ഒരു സ്നേഹം പിടിച്ചു പറ്റി നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ പുള്ളിക്ക് പോകണമെന്നുള്ളത് പുള്ളിയുടെ ആഗ്രഹമാണ്. അല്ലാതെ ഇവിടെ നിന്ന് അടുത്ത സീസണും കൂടെ നിന്ന് ചിലപ്പം ചീഞ്ഞു നാറി പോകേണ്ട ഒരവസ്ഥ വന്നെന്നിരിക്കും. അതിനേക്കാളും നല്ലത് പുള്ളി ഈ സീസണിൽ മര്യാദയ്ക്ക് പുള്ളി കളം വിട്ടോട്ടെ എന്നും ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിലും നിന്നോളും. അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ 19ാമത്തെ അസിസ്റ്റ്, 4 മത്സരങ്ങളിൽ ഇനി 2 അസിസ്റ്റും കൂടെ നേടിയാൽ പുള്ളിക്ക് ആ ഒരു റെക്കോർഡ് പ്രീമിയർ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റിൻ്റെ റെക്കോർഡ് പുള്ളിക്ക് സ്വന്തം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു പേരാണ് കോബി മെയ്നുവിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ കോബി മെയ്നുവിൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്ന മാച്ചിലെ ഏറ്റവും ആദ്യത്തെ ചാൻസും ഏറ്റവും നല്ല ചാൻസും ക്രിയേറ്റ് ചെയ്ത് അമാദിന് കൊടുത്ത കോബി മെയ്നു ഒരു യമാൽ, മെസ്സി ഒക്കെ കാണിക്കുന്ന പോലെ ഡിഫൻഡേഴ്സിനെയൊക്കെ വെട്ടിച്ച് തിരിച്ച് ഡ്രിബിൾ പാസ് ചെയ്ത് ഒറ്റയ്ക്ക് പോയി ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണ്. അറ്റാക്കിൽ മാത്രമല്ല ഡിഫൻസിലും എത്ര ഇൻ്റർസെപ്ഷൻസ് പുള്ളി നടത്തി. ഡിഫൻസീവിൽ അത്ര ഭയങ്കര പ്രകടനമൊന്നുമല്ല. വേണമെങ്കിൽ നമ്മളെ ഓപ്പൺ അപ്പ് ചെയ്യാമായിരുന്നു. നമ്മളെക്കാളും കൂടുതൽ XG ഇന്ന് ബ്രെൻഫോർഡിനുണ്ട്. എന്തോ ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ ഈ ഒരു മത്സരത്തിനെ പറയത്തുള്ളൂ. ഒട്ടും കൺവിൻസിങ് അല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇട്ടാണ്.